ഏതാനും നാളുകൾക്ക് മുൻപാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഫെഡറൽ ഏജൻസികൾ അമേരിക്കയിലെ വൻ നഗരങ്ങളിൽ വലിയ റെയ്ഡുകളും കൂട്ടറസ്റ്റും നടത്തിയത്. കുടിയേറ്റക്കാർക്കെതിരായ ഈ നടപടികളിൽ ലോസ് ആഞ്ചലീസ്, ന്യൂയോർക്ക് പോലെയുള്ള വൻ നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ആളിക്കത്തി. സർക്കാരിന്റെ നടപടികൾക്കെതിരെ നിലകൊണ്ട തൊഴിലാളി നേതാക്കളും ജനപ്രതിനിധികളും വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വമായിരുന്ന ഒരു 33-കാരൻ ഈ നടപടികളെ ഫാസിസം എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്ന് പറയാനും അയാൾ മടിച്ചില്ല. സോഹ്റൻ മംദാനി എന്ന ആ യുവാവാണ് ഇന്ന് അമേരിക്കയുടെ ആകെ ശ്രദ്ധാകേന്ദ്രം. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ തിരഞ്ഞെടുപ്പ് വിജയിച്ചാണ് അമേരിക്കൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയധാരയുടെ യുവമുഖവും ഇന്ത്യൻ വംശജനുമായ മംദാനി വാർത്തകളിൽ നിറയുന്നത്. നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്ക് ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം കുടിയേറ്റ മേയറായിരിക്കും സോഹ്റൻ മംദാനി. ഡെമോക്രാറ്റുകൾക്ക് വലിയ സ്വാധീനമുള്ള ന്യൂയോർക്ക് നഗരത്തിൽ മംദാനിയുടെ വിജയം സുനിശ്ചിതമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ച, ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച, കോർപ്പറേറ്റുകൾ ന്യൂയോർക്കിലെ സാധാരണക്കാരന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണെന്ന് വിമർശിച്ച ഒരു ഇടത് സോഷ്യലിസ്റ്റിന്റെ ഈ നേട്ടം പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാദമിഷ്യനായ മഹ്മൂദ് മംദാനിയുടെയും ഇന്ത്യൻ സിനിമാ സംവിധായികയായ മീര നായരുടെയും മകനാണ് സോഹ്റൻ മംദാനി. സലാം ബോംബെ, മൺസൂൺ വെഡ്ഡിംഗ് തുടങ്ങിയ സിനിമകളുടെ സംവിധായികയാണ് ഓസ്കാർ നോമിനി കൂടിയായ മീര നായർ. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് മംദാനി ജനിച്ചതും തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചതും. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ വയസ്സിലാണ് മംദാനി കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത്. 2018 അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം ലഭിച്ചു. ഈ വർഷം തുടക്കത്തിലായിരുന്നു സിറിയൻ കലാകാരിയായ റാമ ദുവാജിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവാഹം. ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയിട്ടുള്ള അദ്ദേഹം നേരത്തെ ഒരു സാമൂഹിക പ്രവർത്തകനായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. റാപ്പറും എഴുത്തുകാരനുമെല്ലാമായ അദ്ദേഹം ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലെ ആദ്യത്തെ ഏഷ്യൻ ഉഗാണ്ടൻ വംശജനായ പ്രതിനിധിയാണ് സോഹ്റൻ മംദാനി. അസംബ്ലിയുടെ ചരിത്രത്തിലെ 3ാമത്തെ മുസ്ലിം ജനപ്രതിനിധിയുമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വക്താവായാണ് മംദാനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. My friends, we have done it. I will be your Democratic nominee for the mayor of New York City. സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിലക്കയറ്റവും ഉയർന്ന ജീവിത ചെലവും വാടകയുമൊക്കെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിൽ ഉയർത്തി കാണിക്കാറുള്ളത്. നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരായ 1% അനുകൂലമായിട്ടാണ് നിയമങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുന്നതെന്നും ഇതിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. വൻകിട പണക്കാർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്ന വാദവും അദ്ദേഹം ഉയർത്താറുണ്ട്. അമേരിക്കയിലെ മുതിർന്ന ഇടത് സോഷ്യലിസ്റ്റ് നേതാക്കളായ ബേണി സാൻഡേഴ്സ്, അലക്സാൻഡ്ര കോർട്ടെക്സ് തുടങ്ങിയവരുടെ പിന്തുണയും സോഹ്റൻ മംദാനിക്കുണ്ട്. വാൾസ്ട്രീറ്റിലെ ചില വൻകിട കോർപ്പറേറ്റുകൾ അദ്ദേഹത്തിന്റെ എതിരാളികളുടെ വിജയത്തിനായി വൻ തുക മുടക്കിയിരുന്നു. കോടിക്കണക്കിന് ഡോളറുകൾക്ക് മുകളിലെ സാധാരണക്കാരന്റെ വിജയമെന്നാണ് മംദാനിയുടെ വിജയത്തെ അലക്സാൻഡ്ര കോർട്ടെക്സ് വിശേഷിപ്പിച്ചത്. And I pledge to you that we will remake this great city, not in my image, but in the image of every New Yorker who has only known struggle. മംദാനിയുടെ തീവ്ര സ്വഭാവമുള്ള ചില പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന അഭിപ്രായം അദ്ദേഹം പലതവണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് പറയാനും മടിച്ചില്ല. ഒരു പോഡ്കാസ്റ്റിനിടെ ഇൻതിഫാദ എന്ന പാലസ്തീൻ മുദ്രാവാക്യത്തെ തള്ളിപ്പറയണമെന്നുള്ള ആവശ്യം അദ്ദേഹം നിരാകരിച്ചിരുന്നു. ഇതവിടെ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ കുറഞ്ഞ കാലം കൊണ്ട് മംദാനി നേടിയിട്ടുണ്ട്. തൊഴിലാളികൾക്കിടയിലും കുടിയേറ്റ ജനവിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹം വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. ഹിന്ദിയും ഉറുദുവും സ്പാനിഷുമെല്ലാം സംസാരിച്ച് ജനങ്ങൾക്കിടയിൽ പിന്തുണ തേടുന്ന അദ്ദേഹത്തിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഹിറ്റാണ്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള ഫെഡറൽ ഏജൻസികളുടെ കടുത്ത വിമർശകൻ കൂടിയാണ് മംദാനി. ന്യൂയോർക്കും ലോസ് ആഞ്ചലീസും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇവർ നടത്തിയ റെയ്ഡുകൾക്കെതിരായ ജനകീയ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെ മംദാനി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപിനോട് പരാജയപ്പെട്ടതിനു ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. പാർട്ടിയിലെ സോഷ്യലിസ്റ്റ് നിരയുടെ സ്ഥാനാർത്ഥിയാണ് മംദാനി. എതിർ വിഭാഗമാകട്ടെ യാഥാസ്ഥിതിക നിലപാടുകൾ പാർട്ടി സ്വീകരിക്കണമെന്ന് വാദിക്കുന്നവരും
ചില കാര്യങ്ങളിലെങ്കിലും ട്രംപിനെ അനുകൂലിക്കുന്നവരുമാണ്. മുൻ ന്യൂയോർക്ക് ഗവർണർ കൂടിയായിരുന്ന ആൻഡ്രൂ കൂമോയെയാണ് പ്രൈമറിയിൽ മംദാനി പരാജയപ്പെടുത്തിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മുൻ മേയർ മൈക്കൽ ബ്ലൂംബർഗ് തുടങ്ങിയവരുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു കൂമോ. ലൈംഗികാരോപണത്തെ തുടർന്ന് 4 വർഷം മുൻപ് ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച അദ്ദേഹം ഇത്തവണ മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിന് ഇറങ്ങുകയായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി ഒരു കൂട്ടം ഇടതുപക്ഷക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും പാർട്ടിയെ അവരിൽ നിന്ന് മോചിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പാർട്ടിയിലെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മംദാനിക്കെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ആൻഡ്രൂ കൂമോ ഉയർത്തിയത്. മംദാനി യാതൊരു ഭരണപരിചയവുമില്ലാത്ത ആളാണെന്നും ഇസ്രയേൽ ജൂതവിരുദ്ധനുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതർ താമസിക്കുന്ന പ്രദേശമാണ് ന്യൂയോർക്ക് സിറ്റി. അതിനാൽ തന്നെ ഇത്തരം ചർച്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയും ഉണ്ടായിരുന്നു. I have never stolen hundreds of millions of dollars from the MTA. I have never hounded the 13 women who credibly accused me of sexual harassment. And I have never done those things because I am not you, Mr. Cuomo. എന്നാൽ ന്യൂയോർക്കിൽ ജൂതവിരുദ്ധതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ലെന്നും ജൂതർ ഉൾപ്പെടെയുള്ള ജനതയ്ക്കായി പോരാടുമെന്നുമായിരുന്നു മംദാനി നൽകിയ മറുപടി. ആൻഡ്രൂ കൂമോ വൻകിട കോർപ്പറേറ്റുകളുടെ പ്രതിനിധിയാണെന്നും സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്നും വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. കോടിക്കണക്കിന് പണമൊഴുക്കി ഇന്റർനെറ്റ് പരസ്യങ്ങളും മറ്റും ചെയ്തായിരുന്നു കൂമോയുടെ പ്രചാരണം. റാലികളും ഭവന സന്ദർശനങ്ങളും നടത്തിയും സാമൂഹ്യ മാധ്യമങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുമായിരുന്നു മംദാനി ഇതിനെ പ്രതിരോധിച്ചത്. കൂമോയുടെ പ്രചരണത്തിനായി വാൾസ്ട്രീറ്റിലെ വൻകിട കമ്പനികൾ കോടിക്കണക്കിന് ഡോളറുകൾ സംഭാവന ചെയ്തിരുന്നു. റിപ്പബ്ലിക്കൻ അനുകൂലന്മാരായ ശതകോടീശ്വരന്മാർ വരെ ഈ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിക്കായി കോടികൾ മുടക്കി. ഇസ്രായേൽ അനുകൂല ലോബിയിങ് ഗ്രൂപ്പായ AAPACയും മംദാനിയെ തോൽപ്പിക്കാനായി ഏറെ പരിശ്രമിച്ചിരുന്നു. എന്നാൽ ചെറിയ തുകകൾ സംഭാവനകളായി വാങ്ങിയാണ് മംദാനിയുടെ സംഘം തിരഞ്ഞെടുപ്പിൽ സജീവമായത്. കൊടും ചൂടിലും യുവാക്കളായ വോളണ്ടിയർമാർ ആവേശകരമായ പ്രചരണമാണ് മംദാനിക്ക് വേണ്ടി നടത്തിയത്. വാടക വർദ്ധിപ്പിക്കുന്ന ഉടമകൾക്കെതിരെ കർശനമായ നടപടി, സൗജന്യ ബസ് സർവീസ്, വീട്ടുവാടക നിയന്ത്രിക്കാനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള താമസ സ്ഥലങ്ങൾ, സർക്കാർ ഉടമസ്ഥതയിൽ വിലക്കുറവിലുള്ള പലചരക്ക് കടകൾ, 6 മാസം മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ചൈൽഡ് കെയർ. മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇതെല്ലാമാണ്. സാധാരണക്കാർക്ക് ജീവിക്കാനാവുന്ന ഒരു നഗരമായി ന്യൂയോർക്കിനെ മാറ്റുമെന്നതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ പ്രധാന വാചകം. Where buses are fast and free, where childcare doesn't cost more than CUNY, and where public safety keeps us truly safe. തന്റെ പ്രചാരണങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ മംദാനി ഉപയോഗിച്ചത് തന്റെ മാതാവ് മീര നായർ വഴിയുള്ള ബോളിവുഡ് ബന്ധമാണ്. ദീവാർ ഉൾപ്പെടെയുള്ള ബോളിവുഡ് സിനിമകളിലെ ക്ലിപ്പുകൾ ഉപയോഗിച്ചുള്ള മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വീഡിയോകൾ ടിക്ടോക്കിൽ വൈറലാണ്. എന്നാൽ $115 ബില്യൺ വാർഷിക ബജറ്റും 3 ലക്ഷം മുനിസിപ്പൽ ജീവനക്കാരുമുള്ള ഒരു ഭരണകൂടത്തിന്റെ നാഥനാകാനുള്ള പ്രായമോ പക്വതയോ മംദാനിക്ക് ഇല്ലെന്നാണ് എതിർ ക്യാമ്പ് ഉയർത്തിയ പ്രധാന വിമർശനം. അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം റാഡിക്കലായ നയങ്ങൾ ന്യൂയോർക്ക് പോലെ ഒരു നഗരത്തിന് താങ്ങില്ലെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ മംദാനിയുടെ വാഗ്ദാനങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിന് അംഗങ്ങൾ അംഗീകരിച്ചതായാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സോഹ്റൻ മംദാനിയുടെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടത്. മംദാനിയുടെ പിന്തുണ വലിയ രീതിയിൽ ഉയർന്നതോടെ മത്സരത്തിൽ നിന്ന് ആൻഡ്രൂ കൂമോ പിൻവാങ്ങുകയായിരുന്നു. എങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാലേ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ. അസാധ്യമെന്ന് കരുതപ്പെട്ടത് നിങ്ങൾ സാധ്യമാക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം അനുയായികളെ അഭിസംബോധന ചെയ്ത് മംദാനി പറഞ്ഞത്. എനിക്ക് വോട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉൾപ്പെടെ എല്ലാ ന്യൂയോർക്കറുടെയും മേയറായിരിക്കും താനെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. നവംബറിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിലെ മേയറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ എറിക് ആഡംസ്, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കോർട്ടിസ് സ്ലിവ എന്നിവരായിരിക്കും പൊതു തെരഞ്ഞെടുപ്പിൽ മംദാനിയുടെ എതിരാളികൾ. ആൻഡ്രൂ കൂമോ സ്വതന്ത്രനായി വന്നാലും അത്ഭുതപ്പെടാനില്ല. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ പിന്തുണയുള്ള നഗരമായതിനാലും നിലവിലെ ഗവർണർക്കെതിരെ വലിയ ജനരോഷമുള്ളതിനാലും മംദാനിയുടെ വിജയം സുനിശ്ചിതമാണെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മേയറായി വിജയിച്ചാൽ അത് അമേരിക്കയുടെ ദേശീയ രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കും. ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതികരണമായിട്ടായിരിക്കും ഇത് വിലയിരുത്തപ്പെടുക. കുടിയേറ്റ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സോഹ്റാന്റെ പിതാവിനെയും ഫെഡറൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. വൈകാതെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പിലാക്കാൻ ഒരുങ്ങിയാണ് ട്രംപ്. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ തെരുവിൽ ചോദ്യം ചെയ്യാൻ മംദാനി ഇറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. നേരത്തെ കാലിഫോർണിയ ഗവർണറെ അറസ്റ്റ് ചെയ്യാൻ വരെ മുതിർന്ന ട്രംപ് ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു ഏഷ്യൻ മുസ്ലിം യുവാവ് രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായി എത്തുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളെയും സ്വാധീനിക്കും.
വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിയിലെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കാനും ഇത് വഴിവെച്ചേക്കും.